ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ പറയാഞ്ഞിട്ട് വല്ലാത്ത വിഷമം. അപ്പോൾ ഏതായാലും ഒരു ചാനലുണ്ട്. ഇത് പറയുന്നത് ആരെങ്കിലുമൊക്കെ ഉൾക്കൊണ്ടാലോ എന്ന് കരുതിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. നമ്മുടെ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ന്യൂസ് ഇടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതോ ഒന്നല്ല. ഇപ്പോൾ ഒരു അർജുൻ്റെ ഒരു കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഒക്കെ എൻ്റെ മോൻ്റെ ചെറിയ ചെറിയ വീഡിയോസും നമ്മുടെ ബിസിനസ് പരമായ ഡ്രസ്സിൻ്റെ പരസ്യങ്ങളും അല്ലാതെ വേറൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ ഞാനൊരു വയനാടുകാരിയാണ്. 9 കൊല്ലം ഈ മേപ്പാടി എന്ന് പറയുന്ന ഈ ഉരുൾപൊട്ടിയതിൻ്റെ സ്ഥലത്ത് ഏകദേശം താമസിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്കിപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നത്. ഇപ്പോൾ അവിടെ നടന്ന സംഭവം വളരെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ തുറന്നടിച്ച് പറയുന്നത് അശ്രദ്ധ കാരണം ഉണ്ടായൊരു കാര്യമാണ്. 100% അശ്രദ്ധ എന്ന് തന്നെ പറയും. അപ്പോൾ ഈ അശ്രദ്ധ ആരതാണ്? അവിടുത്തെ ജനങ്ങളുടെയാണോ? അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികളുടെ തന്നെയാണ്. കാരണം ഇതിപ്പോൾ വയനാട്ടിലത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്കുന്നത് എന്താ അങ്ങനെയൊക്കെ തെറ്റി പറയുന്നതെന്ന്. പക്ഷേ പൊതുവെ തെറ്റിയല്ല പറയണത്, ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. മേപ്പാടി എന്ന് പറഞ്ഞ ടൗണിൽ നിന്നും സൂചിപ്പാറ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അവിടേക്ക് ഒരു വലത്തോട്ടേക്ക് ഒരു റോഡുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് പുത്തുമല, ചൂരൽമല, അട്ടമല എന്ന് തുടങ്ങിയ സ്ഥലങ്ങൾ. പുത്തുമലയിലാണ് 3-4 കൊല്ലം മുമ്പ് അത്രയും വലിയ ദുരന്തം നടന്നത്. അന്ന് നടക്കുമ്പോൾ തന്നെ 100% അവിടെ വീണ്ടും ഇനി ആളുകളെ താമസിപ്പിക്കാൻ പാടില്ലായിരുന്നു. കാരണം അതിൻ്റെ തൊട്ട മുന്നേ വരുന്ന സ്ഥലങ്ങളാണ് ഈ ചൂരൽമല, അട്ടമല എന്നൊക്കെ പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവില്ലേ, മലകൾ തന്നെയാണത്. അപ്പോൾ അന്ന് അത്രയും ദുരന്തം വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം പുത്തുമല പോലെ തന്നെയാണ് ഈ സ്ഥലങ്ങളും. എന്തായാലും അത് പോരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പോട്ടെ, ഈ ഇങ്ങനത്തെയൊക്കെ മഴ വരുമ്പോൾ തന്നെ സ്ട്രോങ് ആകുമ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തു, വാണിംഗ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ നിന്ന വ്യക്തി എന്നുള്ള നിലക്ക് ഇപ്പം ഞാൻ വേറെ പുറത്ത് ആണുള്ളത്. അപ്പോൾ ഈ രണ്ട് നാടിൻ്റെ ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞുതരാം. പാവം പിടിച്ച ജനങ്ങളാണ് അവിടുത്തെ. പാവം പിടിച്ച ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വിദ്യാഭ്യാസമല്ലേ? അങ്ങനെയല്ല. പുറം ലോകമായിട്ടുള്ള വലിയ വിവരങ്ങൾ ഇവർക്കില്ല. കാരണം ഇവർ എസ്റ്റേറ്റിനുള്ളിൽ തന്നെ പണിയെടുക്കുന്നവരാണ് 90%. നേരം വെളുത്തഞ്ഞ് എസ്റ്റേറ്റിൽ പണിയെടുക്കാൻ പോവുക, തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുക. ആഴ്ചയിലൊരു ദിവസമോ ഒക്കെ. ഇപ്പോൾ കുറേ മാറിട്ടോ, ഇപ്പോൾ കുറേ മാറി. പക്ഷേ ഇപ്പോൾ കുറേ മാറിയാലും പഴയ ആളുകൾ അങ്ങനെ തന്നെയാണ്. ന്യൂ ജനറേഷൻ അല്ലേ മാറി വരുന്നുള്ളൂ. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്ന ആ വീട്ടിലെ കാരണവന്മാരായിരിക്കും. അവരുടെ മൈൻഡ് സെറ്റ് എന്തായാലും ആ പഴയ റൂട്ടിലല്ലേ പോവുള്ളൂ. അവർ ഞായറാഴ്ച ഒന്ന് ടൗണിൽ പോവും, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങും. ഇതാണ് അവരുടെ ജീവിതം. അവർക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അത്രയും ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവരങ്ങനെയാണ് ലൈഫ് കൊണ്ടുപോകുന്നത്. ഇനി അവിടെയൊക്കെ 2 നിലേൻ്റെ വീടും 1 നിലേൻ്റെ നല്ല അടിപൊളി വീടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്കി പിടിച്ചുണ്ടാക്കുന്ന ആളുകളാണ് 90% ഞാൻ മനസ്സിലാക്കിയത്. അതായത് അത്രയും മിച്ചം വെച്ച് എൻ്റെയൊക്കെ ലൈഫ് പറഞ്ഞാൽ 500 രൂപ ഉണ്ടെങ്കിൽ ഒരു 390 രൂപക്കോ 450 രൂപക്കോ സാധനം വാങ്ങി 50 രൂപ കയ്യിൽ പിടിച്ചുള്ള ജീവിതം. പക്ഷെ അവിടെ നേരെ തിരിച്ചാണ്. 500 രൂപ കിട്ടിയ 50 രൂപക്ക് സാധനം വാങ്ങി 450 രൂപ അവർ മിച്ചം പിടിക്കും. അവരങ്ങനെ എനിക്ക് വീടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. അധ്വാനിക്കുക, കുട്ടികളെ വളർത്തിയെടുക്കുക, എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടി വെക്കുക. പാവം പഠിച്ച ജനങ്ങളാണ്, അതിമാത്രം സമ്പാദിക്കാൻ ഇല്ല. അഥവാ ഇങ്ങനെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ 100% ഉറപ്പാണ് അവിടെ പൊട്ടും എന്നുള്ളത്. കാരണം അത്രയും വെള്ളച്ചാട്ടം, വെള്ളവും കുന്നും മലയൊക്കെ ആയിട്ടുള്ളൊരു പ്രദേശമാണത്. അപ്പോൾ എന്തായിരുന്നു ഗവൺമെൻറ്റൊക്കെ ചെയ്യേണ്ടിയിരുന്നത്? ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരെവിടേക്ക് പോകാനാ? ഇവരെവിടെ നിന്നാണ് ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കുക? ഇവർക്ക് പാടി റൂമായിക്കോട്ടെ, നമുക്ക് എത്ര സ്വന്തം വീട്ടിൽ കിടക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടുമോ? നമ്മളൊരു ബംഗ്ലാവിൽ പോയി കിടത്തി, പക്ഷെ നമ്മളെ വീട് ഓല മേഞ്ഞ വീടായിരിക്കും, പക്ഷെ നമുക്ക് തിരിച്ച് ഇവിടെ എത്താൻ തോന്നും. അത് ഏതൊരു വ്യക്തിയുടെയും, മലയാളികളുടെ പ്രത്യേകിച്ചും ആ ഒരു ഇതാണ്. അപ്പോൾ ഇവർക്ക് എവിടെ പോയി? ഇപ്പം തന്നെ നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾ അവിടുന്ന് മാറിക്കോ, ഇങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് എന്ന് പറയും. ഇവരെവിടെ പോവും?
ഒരപകടം പറ്റിയ ശരിയാണ്, നമ്മൾ കേരളത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് പ്രവർത്തിക്കും അല്ലേ, നമ്മുടെ മലയാളികൾ അതിന് സമ്മതിച്ചേ പറ്റും. പക്ഷേ ഒരപകടം നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും കുടുംബക്കാരെ വീട്ടിൽ പോയിട്ട് ഒരാഴ്ചയൊക്കെ നിൽക്കാൻ പറ്റുമോ, 10 ദിവസം നിൽക്കാൻ പറ്റുമോ? നമുക്കറിയാം അതൊരു മുഷിപ്പായിരിക്കും പലയിടത്തും, എല്ലായിടത്തും എന്നല്ല പറയുന്നത്. അപ്പോൾ ആരും സ്വന്തം വീട് വിട്ട് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? നമ്മൾ സർക്കാർ അതിനൊരു ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടിയിരുന്നു. ഇപ്പം അല്ല, എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലത്തെ കുറേ ന്യൂസും കുറേ വാർത്തയും ഇപ്പോൾ രാഹുൽ ഗാന്ധി സാർ എന്തൊക്കെയോ ഓഫറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. എന്ത് കാര്യം? മരിച്ചു കഴിഞ്ഞ സ്വന്തം പ്രിയപ്പെട്ടവർ, സ്വന്തം മക്കൾ, സ്വന്തം ഉപ്പ ഉമ്മ എല്ലാവരും മരിച്ചു പോയിട്ട് ഇങ്ങനത്തെ ഓഫറുകൾ കിട്ടിയിട്ട് ഇങ്ങനത്തെ പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം? ഇപ്പം അന്ന് പുത്തുമലയിൽ എന്തൊക്കെയോ നടന്നു, അവർക്കൊക്കെ അത്രയും വലിയ സംഖ്യയും കാര്യങ്ങളും കിട്ടിക്കണ്ടപ്പോൾ അവരവിടെ നിൽക്കുമോ? പാവം പിടിച്ച ജനങ്ങളല്ലേ, അവർക്ക് എവിടെ കയറി ഇറങ്ങാനറിയാം. അപ്പോൾ പറഞ്ഞു വന്ന ഒരു മേപ്പാടി ടൗണിലെങ്കിൽ ഇവരുടെ മെയിൻ ടൗൺ ഇരുന്ന മേപ്പാടിയാണ്. ഇതൊക്കെ ഒരു ചെറിയ 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 ഗ്രാമപ്രദേശങ്ങളാണ്. പക്ഷെ അത്യാവശ്യം ജനങ്ങളും ഉണ്ട്. കാരണം ഒരു പാടി തന്നെ ഉപ്പാകുമ്പോൾ, കാരണം ഇവർക്ക് വേറെ വേറെ വീടെടുത്ത് പോകാൻ വേറെ വഴികളില്ലല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്? അതും അത്യാവശ്യം മക്കളൊക്കെ ഉള്ളൊരു ഫാമിലി, ഞാൻ പറഞ്ഞൊരു പഴയ ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടെങ്കിലും ഓരോരുത്തർക്ക് വീട് വേണ്ട, 3 സെൻറ്റ് സ്ഥലവും വീടും വേണ്ട, എവിടെയെങ്കിലും ടൗണിൽ ഒരു 5-10 സെൻറ്റ് സ്ഥലത്ത് ഫ്ലാറ്റ് എടുത്തിട്ട് ഈ 2 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ കുടുംബങ്ങളെ മൊത്തം മാറ്റി താമസിക്കായിരുന്നു. അവർക്ക് ചൂരന്മലയാണ് പണിയെടുക്കുന്നതെങ്കിൽ ദിവസം പോയി വരാൻ ST കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അവിടുത്തെ തൊഴിലാളികൾക്ക് ബസ് യാത്രയിൽ ഒരു ചെറിയൊരു ഇളവ് അതും കൂടി വരുത്തിയിരുന്നെങ്കിൽ ആ പ്രദേശത്ത് ജനങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇതെന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എല്ലാം ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു പാർപ്പിട സൗകര്യം അവർക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അവിടുന്ന് മാറൂ എന്ന് പറഞ്ഞിട്ട് അവർ മാറാതെ നിൽക്കില്ലായിരുന്നു, അവർ മാറുമായിരുന്നു. ഇത് നിങ്ങൾ ഉരുൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാരിനോട് മാത്രമല്ല, കേന്ദ്രത്തോടും കൂടിയാണ്. ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നല്ല കേട്ടോ, സാധാരണ ഒരു വീട്ടമ്മ. പൊട്ടത്തരാണോ വിളിച്ച് പറയുന്നത് കൂടി എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വയനാട്ടുകാരി ആയതുകൊണ്ടും ഈ ഉരുൾ പൊട്ടിയ സ്ഥലത്ത് ഞാൻ 9 വർഷം താമസിച്ച ആളായതുകൊണ്ടും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ സ്വഭാവ രീതികളും മനസ്സിലാക്കിയത് കൊണ്ടും പറയുകയാണ്. പിന്നെ ഈ ഒരു ഇതോട് കൂടിയിട്ട് ഇനി ഇങ്ങനത്തെ ഏതെങ്കിലും എന്താ പറയുക ഉറപ്പായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഒരു 50% ഉറപ്പുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളോട് നിങ്ങൾ മാറി താമസിക്കൂ എന്ന് പറയരുത്. അവിടുത്തെ ജനങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് നോക്കിയിട്ട് അവർക്ക് മാറി താമസിക്കാനുള്ള വകുപ്പ്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കുറേ സ്കൂളിലേക്കും ഇതിലേക്കും കുറേ നമ്മുടെ കന്നുകാലികളൊക്കെ അയച്ചു വിടുമ്പോൾ ഇട്ടുകൊണ്ട് കാര്യമില്ല. അതിങ്ങനെ സംഭവിക്കുമ്പോൾ നോക്കി അൽഹംദുലില്ലാ നല്ലൊരു കാര്യം. പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ദുരിതം അവരനുഭവിക്കുമായിരുന്നോ? അന്ന് തന്നെ പുത്തുമല നടന്നപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും ഉറപ്പാണ് ബാക്കിയുള്ള ഭാഗം പോകും എന്നുള്ളത്. ന്യൂസ് കണ്ടവർക്കറിയാം, അന്നത്തെ റിപ്പോർട്ടും കാര്യങ്ങളും കണ്ടവർക്കറിയാം. ഇപ്പോൾ ഈ മഴ വന്നപ്പോഴും അവർ റിപ്പോർട്ട് ഇട്ടു, ഇങ്ങനെ സാധ്യതയുണ്ട് മാറി താമസിക്കണം എന്നുള്ളത്. ഈ റിപ്പോർട്ട് ഇടുന്ന നേരം ഇവരൊക്കെ സാധാരണക്കാരല്ലേ, ഇവർക്ക് താമസിക്കാൻ ഒരു സംവിധാനം കൊടുത്തിരുന്നെങ്കിൽ അവരാരെങ്കിലും അവിടെ നിൽക്കുമായിരുന്നോ? ഇനി എങ്ങോട്ടേക്കാണ്? എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ കുറേ ന്യൂസും കുറേ അവർക്ക് കുറേ ഇതും അതോടുകൂടി കഴിഞ്ഞോ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും? അങ്ങനെയല്ല. എന്തെങ്കിലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം ഇപ്പം ചില വ്യക്തികൾക്ക് ചിലപ്പോൾ കമൻ്റ് ഇടാം, പ്രകൃതിക്ഷോഭമല്ലേ നമുക്ക് പറയാൻ പറ്റുമെന്ന്. പക്ഷേ ഇവിടുത്തെ പറയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഇടുന്നത്. പ്രത്യേകം പറയുകയാണ്, ഇത് ഇങ്ങനത്തെ ഒരു ചാനലല്ല. ഞാൻ അർജുൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആരോ അതിൻ്റെ അടിയിൽ കമൻറ്റ് തന്നു. എന്താണ് എന്തോ പറഞ്ഞു, അതായത് നമ്മൾ ഇപ്പം ഹിറ്റായി കൊണ്ട് നിൽക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇട്ടതാണ്. ഒരിക്കലും അല്ല, ഇത് എൻ്റെ നാടായതുകൊണ്ടും ഇങ്ങനൊരു കാര്യം അവിടെ ഉണ്ടായത് കൊണ്ടും പറയുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഈ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൈ കോപ്പി പിടിച്ചിട്ട് എന്ത് കാര്യം? എല്ലാവരും കോൺഗ്രസിനെ കുറ്റം പറയല്ല, എല്ലാവരും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു, അവരവിടെ രാജിവെച്ച് പോയി. എന്നാലും വേണ്ടില്ല, വയനാട്ടിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? അന്ന് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ആ കുന്നിലും മലയിലും താമസിപ്പിക്കാതെ അവിടേക്ക് തിരിച്ച് പറഞ്ഞേക്കാതെ അവർക്കൊരു ഫ്ലാറ്റെങ്കിലും എടുത്തു കൊടുത്ത് അവരവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ
ഇനിയിപ്പോൾ ഈ ഇത്രയും മഴ ശക്തമായി പെയ്തപ്പോഴും നിങ്ങൾ ആ റിപ്പോർട്ട് ഇട്ടപ്പോഴും ഒന്ന് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞ അവർ സാധാരണ ജനങ്ങളാണ്. അവർക്ക് അവിടെ വിട്ട് പോകാൻ തോന്നില്ല. കാരണം അവർക്ക് ഭക്ഷണമില്ല. അവർക്ക് അന്നാന്ന് നയിച്ച് കിട്ടുന്ന ഇതുകൊണ്ട് വേണം. അപ്പോൾ ഇവരെ എവിടെ ഇറങ്ങിപ്പോവാനാ? അപ്പോൾ നിങ്ങൾ അവരെ ഇറങ്ങിക്കോന്നെങ്കിലും അവിടെ പോയിട്ട് അധികാരികളൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ പറഞ്ഞ 2-3 ദിവസത്തിൻ്റെ ഉള്ളിലത്തെ കാര്യമല്ല പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിലെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കൂലായിരുന്നു. അവരോട് അവിടുന്ന് കർശനമായിട്ട് മാറാൻ പറയും. എനിക്കിപ്പോൾ ഒരു അറിവുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പുറത്തെ ന്യൂസ് നോക്കണ്ട. അവിടുന്ന് തൊട്ട 2 സ്ഥലം മാറിയിട്ടുള്ള സ്ഥലത്തൊരു കുന്നുമ്മൽ 4 ഫാമിലി ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അതിലൊരു ഫാമിലി രാവിലെ പോന്നു, ഒരു ഫാമിലി ഇന്ന് വൈകുന്നേരം, ബാക്കി 2 ഫാമിലി അവിടെ ഉണ്ട്. അവരവിടുന്ന് പോയിരുന്നില്ല. കാരണം അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പോയിട്ട് അവരെ ബോധവൽക്കരിച്ച് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്ത് അവരോട് പറഞ്ഞ്, കാരണം അങ്ങനത്തെ ജനങ്ങളാണ് അവിടുത്തത്, പാവങ്ങളാണ്. അവർക്ക് ഹൃദയം കൊണ്ട് വിശാലമാക്കിയൊന്നും ചിന്തിക്കാൻ അറിയില്ല. അവർക്ക് അവരുടെ മണ്ണ്, അവരുടെ നാട്, അവരുടെ മക്കൾ, വിശപ്പിന് അവരുടെ ജോലി, അവർക്ക് ആ എസ്റ്റേറ്റിലാണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതിൽ പകുതി മുക്കാൽ അവിടെ ഉള്ള ആളുകൾ. പുറമേക്ക് ജോലിക്ക് പോകുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മക്കളെ ഭരണം എന്നല്ല, ആ കാരണവന്മാരെ ഭരണം എന്നുള്ള രീതിയാണ് അവിടുത്തെ ഒരു ഏരിയയിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവർ പഴയ ആളുകളാണ്. അവർക്ക് ആ പഴയ ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയും ഇപ്പോൾ ചൂരൽമല, പുത്തുമല, അത് കഴിഞ്ഞാൽ കള്ളാടി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്, മീനാക്ഷി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നുണ്ട്. ഇത് രണ്ടും ഡേഞ്ചർ തന്നെ. ഇനി അവിടെയുള്ള ഈ 2 സ്ഥലങ്ങളെ ബാക്കിയുള്ളൂ. ലാസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ പുത്തുമല പോയി, ചൂരൽമല പോയി, ഉണ്ടക്കൈ പോയി, എല്ലാം പോയി. ഇനിയിപ്പോൾ ഈ 2 സ്ഥലങ്ങളുണ്ട്. അവിടെ കുന്നിൽ താമസിക്കുന്ന ജനങ്ങളെങ്കിൽ ഇനി അവിടെ താമസിപ്പിക്കാതെ അവർക്കൊരു പോംവഴി സർക്കാർ ഇനിയെങ്കിലും കൊടുക്കല്ലാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പറഞ്ഞത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. എന്ത് കാര്യം തന്നെയുള്ളത്? ഏതായാലും നമ്മുടെ കേരളത്തിലായതുകൊണ്ട് അധികം പ്രശ്നങ്ങൾ, എന്താ പറയുക, എല്ലാവരും ഓർഡറൊന്നും കിട്ടാതെ തന്നെ നമ്മുടെ സഹോദരങ്ങളെല്ലാം അവിടെ എത്തിയത് കൊണ്ട് എൻ്റെ നാട്ടുകാരിൽ പലർക്കും ജീവനോടെ തിരിച്ചു വരാൻ പറ്റി. ഒന്നില്ലെങ്കിലും ഇനി ജീവനോടല്ലെങ്കിലും ആ മൃതദേഹങ്ങളെങ്കിലും അവർക്ക് കണ്ടെത്തി. നേരെ വെച്ചാൽ നമ്മളിപ്പോൾ കർണാടക നമുക്കൊരു അനുഭവം ഉണ്ട്. ഒരു കൈക്കോട്ട് എടുക്കണമെങ്കിൽ ഓർഡർ വേണം, ഒരാൾ കാലം അങ്ങോട്ട് വെക്കണമെങ്കിൽ ഓർഡർ വേണം, ഒരു JCB അവിടെ നിന്ന് അതിന് ഓർഡർ വേണം, അതും 5 മണി വരെ. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും നമ്മൾ കേരളത്തിലായിരുന്നെങ്കിൽ നമ്മൾ ഒരു മണ്ണ് മാന്തി കഴിഞ്ഞിട്ട് എടുത്തോട്ടർ ആവണി പുഴയിലേക്ക്, ആ പുഴ കഴിഞ്ഞിട്ട് അതിന് എടുത്തോട്ടർ, അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. കുറച്ച് പേര് പുഴയിലേ ഉണ്ടാവുമായിരുന്നു, കുറച്ച് പേര് കരയിലുണ്ടാവുമായിരുന്നു, കുറച്ച് പേര് ഒഴുകി പോയ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവുമായിരുന്നു. ഇവിടുത്തെ ആ ഒരു കൂട്ടായ്മ, കേരളത്തിൻ്റെ കൂട്ടായ്മ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ നാട്ടിലെ ജനങ്ങളെല്ലാവരെയും സേവ് ആക്കുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വയനാട്ടിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എവിടുന്നാ ബ്ലഡ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആ ബ്ലഡ് കൊടുക്കാനുള്ള ആളുകളുടെ നമ്പറും എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകളുടെ നമ്പറും ആളുകളുടെ പേരും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞത്, ഇത് കാണുന്ന ഇനി 10 പേര് കണ്ടാലും വേണ്ടില്ല, ഏതെങ്കിലും ഒരാൾ ഇതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തൊക്കെ ചെയ്യുന്ന ഒരാൾ കാണട്ടെ വിചാരിച്ചിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്നെ സെർച്ച് ചെയ്താൽ അറിയാം, വെറും 10-15 വ്യൂ ഉള്ള ഈ ഒരു ചാനലിൽ ഞാൻ ഇതിടുന്നത് എൻ്റെ ഒരു സങ്കടം കൊണ്ടാണ്, എൻ്റെ നാട്ടിൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ്. അപ്പം ഇനിയെങ്കിലും ആ പുത്തുമല, ചൂരൽമല, ഇനി ഇത് കഴിഞ്ഞ ഉടനെ ആ ഏരിയയിലുള്ള ആളുകളുടെ നിങ്ങൾ പോയി കാണണം. ഇപ്പോഴും ആ കുന്നിൽ ഇടിയാത്ത വീട്ടിലേക്ക് തിരിച്ചു പോവും. മീനാക്ഷിയും കള്ളാടിയൊക്കെ കുന്നിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അതും കുന്നനെ മീനാക്ഷി പോയുടെ കുന്നത്തൊക്കെ ആളുകളുണ്ട്, വലിയ വീട് വെച്ചവരും എല്ലാവരും ഉണ്ട്. എല്ലാവരും നിങ്ങൾ പോയി കാണണം. അവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്യണം. മരിച്ചവർ അല്ലെങ്കിൽ അപകടം പറ്റിയവർ, അതിലുള്ളവരെ മാത്രം നിങ്ങൾ നോക്കിക്കാണരുത്. ആ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്ന കുറേ ആളുകൾ വേറെയുണ്ട്, അപകടമൊന്നും പറ്റാത്ത. അവരൊക്കെ എല്ലാവരും ഒന്ന് ഹെൽപ്പാക്കണം. എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കഴിഞ്ഞ പ്രാവശ്യവും പറ്റിയിട്ടുണ്ട്, എനിക്കറിയാം. നമ്മുടെ ഫാമിലീസൊക്കെയാണ് അത് റെഡിയാക്കി കൊടുത്തത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല, അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ, നിങ്ങൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അവിടെ ആ ഏരിയ മൊത്തം, ആ എസ്റ്റേറ്റ്, ആ ഒരു പരിസരത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവരും എന്താ പറയുക, കണ്ടറിഞ്ഞ് സഹായിക്കണം. പിന്നെ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു ചാനൽ ഉണ്ടായിട്ട് ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാരണം ഞാനിപ്പോൾ താമസിക്കുന്ന വയനാട്ടിലല്ല, പക്ഷേ എൻ്റെ ബന്ധുക്കൾ അധികം അവിടെയുണ്ട്. ഈ വീഡിയോ കാണുന്ന എൻ്റെ റിലേറ്റീവ്സിനും അടുത്ത ഫ്രണ്ട്സിനും അറിയാം ആരൊക്കെ അവിടെ ഉള്ളതെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. അവരൊക്കെ സേഫാണ്. എന്നാലും കുറേ റിലേറ്റീവ്സ് മരിച്ചുപോയി. എൻ്റെ മോളെ ഫ്രണ്ട്സുകളെല്ലാം മരിച്ചുപോയി.
ആ ഏരിയയിൽ എൻ്റെ മോളെ ഫ്രണ്ട്സുകൾ കുറേ ആൾ മരിച്ചു പോയി. പിന്നെ 10-15 മക്കൾ മരിച്ചവരിൽ അതൊക്കെ അവളെ കൂടെ പഠിക്കുന്നതാണ്. അവളുടെ കുടുംബക്കാർ മൊത്തം കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ അറിയുന്നവരെയാണ് ഇപ്പോൾ ഞാൻ ന്യൂസിലൊക്കെ വീഡിയോയിലൊക്കെ കാണുന്നത്. അപ്പം പറയാതിരിക്കാൻ പറ്റാത്ത കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ.